റിതം ഓഫ് കുക്കറിയിലേക്ക് സ്വാഗതം. ചിക്കൻ കൊണ്ടുള്ള 2 സ്പെഷ്യൽ വിഭവങ്ങൾ ഇന്ന് നമുക്ക് തയ്യാറാക്കാം. ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് നമുക്ക് ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട പ്രധാന ഘടകം ചിക്കൻ ആണ്. അത് ചിക്കൻ ലെഗ് ആണ്. 2 ചിക്കൻ ലെഗ് എടുത്തിട്ടുണ്ട്. വേണ്ട കുറെ സാധനങ്ങളുണ്ട്. ഒന്ന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചിക്കൻ മസാലപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് സവാള അരിഞ്ഞത്, മല്ലിയില, കുറച്ച് ക്രഷ്ഡ് ചില്ലിയാണ്, മുളക് ചതച്ചതാണ്, പിന്നെ കരിവേപ്പിലയും മല്ലിയിലയും ഉണ്ട്. ഇതിലൊരു പ്രധാന സാധനം ഞാൻ എടുത്തിട്ടുണ്ട്, പച്ച കുരുമുളകാണ്. പച്ച കുരുമുളക്. ഇത് പപ്പടം ചെറുതായിട്ട് കീറി ഫ്രൈ ചെയ്ത് വെച്ചതാണ്. ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ക്യാരറ്റും ടൊമാറ്റോയും റൗണ്ടായിട്ട് കട്ട് ചെയ്തു വച്ചിട്ടുണ്ട്. നമുക്ക് വളരെ വേഗം ഇത് തയ്യാറാക്കാം. ഇത് ഞാൻ ഇത്തിരി ഉപ്പും മസാലപ്പൊടിയും പുരട്ടി ഒന്ന് വച്ചിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് വളരെ വേഗം തയ്യാറാക്കാം. ഇതിങ്ങനെ പുരട്ടി വച്ചില്ലെങ്കിൽ പോലും എല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്യാവുന്നതാണ്. സ്പെഷ്യൽ ചിക്കൻ ലെഗ് ഫ്രൈ ആണ് വിഭവം. നമുക്കത് മിക്സ് ചെയ്യാം. ലെഗ് കുറച്ച് മസാലയും കുറച്ച് ഉപ്പ് ഞാൻ അതിൽ പുരട്ടിയിട്ടുണ്ട്. ഇത്തിരി മസാലയും ഉണ്ട്, എങ്കിലും ഒരല്പം മസാലയും കൂടി ചേർത്തു. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു 2 ലെഗാണ്, 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തു. കുറച്ച് കുരുമുളക് പൊടി ഇടുന്നതിനേക്കാൾ ഈ സ്പെഷ്യൽ ഡിഷിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് നമ്മൾ ഇതിൽ ചേർക്കുന്ന ചിക്കൻ കഴിഞ്ഞിട്ട് ഇതിൽ പ്രധാന സവിശേഷമായ ഒരു ഘടകം ഇതാണ്, ഗ്രീൻ പെപ്പറാണ്. ഇതിങ്ങനെ ഞാൻ ഇതിലൊന്ന് ഇങ്ങനെ ചതച്ചെടുത്തു. പൊടിക്കുണ്ടായത് വെറുതെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോ അത് ചതഞ്ഞു കിട്ടും. വലിയ എരിവൊന്നുമില്ല. ഇത്തിരി ഉപ്പും കൂട്ടി നമുക്കൊക്കെ വെറുതെ കഴിക്കാവുന്നതേ ഉള്ളൂ, ഈ മാങ്ങയൊക്കെ തിന്നുന്ന പോലെ. അപ്പൊ ഇതൊരു പ്രധാന ഘടകമാണ്. ഇത്രയും ഞാൻ എടുത്തു. ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. തീരെ പൊടിയാവണ്ട. അത് ഇതിലേക്ക് ഇട്ടു. അതിന് കുറച്ച് ക്രഷ്ഡ് ചില്ലി അത് ചേർത്തു. കരിവേപ്പില നമുക്ക് ആവശ്യമുണ്ട്, കുറെ ആവശ്യമുണ്ട്, അതവിടെ അവസാനം ചേർക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് തന്നെ ഇടുകയാണ്. ഉപ്പ് ഞാൻ അതിൽ കുറച്ച് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഒരല്പം ഉപ്പേ ഇതിൽ ഇടുന്നുള്ളൂ. ഇനി ഇത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ല കുരുമുളകിന്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. സാധാരണ ഈ പച്ച കുരുമുളക് ചേർക്കാറില്ലല്ലോ. കുരുമുളകിന് തന്നെ വളരെയധികം മെഡിസിനൽ വാല്യൂ ഉള്ളതാണ് നമുക്കറിയാം, വളരെ ആരോഗ്യപ്രദമാണ്. പക്ഷെ ഈ പച്ച കുരുമുളക് കിട്ടുന്ന സന്ദർഭങ്ങളിൽ എല്ലാ വീട്ടിലും ഒന്നും കുരുമുളക് ഉണ്ടാവില്ല. നമുക്ക് കിട്ടുന്ന അവസരങ്ങളിൽ ഇതുപോലെ അത് ചേർത്ത് ഉപയോഗിക്കാം. ഇതൊരു സ്പെഷ്യൽ ചിക്കൻ ലെഗ് ഫ്രൈ ആണ്. സാധാരണ നമ്മളെല്ലാവരും ചിക്കൻ ലെഗ് ഫ്രൈ ചെയ്യും, പക്ഷെ ഇതിന്റെ പ്രത്യേകത ഇതിൽ നമ്മൾ പച്ച കുരുമുളക് ചേർത്തു, ക്രഷ്ഡ് ചില്ലി ചേർത്തു, പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചു വെച്ചു. ഇതില് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന്റെ, ചിക്കൻ മസാലയുടെ, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മൾ ഈ പൊടിച്ചെടുത്ത ഈ കുരുമുളകിന്റെ, ഇതിന് കുറെ തരി ഞാൻ എടുത്തില്ല, ഏതാണ്ട് ഒരു പകുതിയോളം എടുത്തിട്ട് അതിലൊന്ന് പൊടിച്ച് ഇടിച്ചിട്ട് അതില് ചേർത്തു. അപ്പം നന്നായിട്ട് അതിങ്ങനെ പിടിച്ച് എനിക്കാണെങ്കിൽ എന്തൊക്കെയാണ് അടുത്തെന്ന് ഓർമ്മയുണ്ടല്ലോ. നമുക്ക് എടുത്ത സാധനങ്ങൾ ഒന്നും കൂടി പറയാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തു, കുരുമുളക് പൊടി എടുത്തു, ചിക്കൻ മസാല, കുറച്ച് ഉപ്പിട്ടു, ഇത്തിരി മല്ലിയില, ക്രഷ്ഡ് ചില്ലി എടുത്തു, പിന്നെ പച്ച കുരുമുളകും എടുത്തു. ഇതിലെല്ലാം കറക്റ്റായിട്ട് നമ്മളത് എടുത്തതെല്ലാം ഇതിൽ തേച്ച് വെച്ചു. ഇനി ഇത് ഒരു നോൺ സ്റ്റിക് പാനിൽ വറുക്കും. ചൂട് കൂട്ടി വെച്ചിട്ട് നിറയെ എണ്ണ ഒഴിക്കണ്ട. എണ്ണയിൽ ഇങ്ങനെ വറുത്ത് കോരി എടുക്കുമ്പോഴാണ് അത് നമുക്ക് ആരോഗ്യത്തിന് പ്രശ്നമായി വരിക. എന്നിട്ട് അടച്ചു വെച്ച് നമുക്ക് മറിച്ചിട്ടെടുത്താൽ മതി. അപ്പം എണ്ണ ചൂടായി വരുമ്പോ ആദ്യം നമ്മൾ കുറച്ച് ചൂടായിട്ട് കുറയ്ക്കാം.
ഇട്ടു. കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടു. എന്നിട്ട് നമുക്ക് അതിലേക്ക് ചിക്കൻ. രണ്ട് ലെഗാണ് വെച്ചിട്ടുള്ളത്. ഇനി ഞാനൊന്ന് കൂട്ടി വെച്ചു. ഇതിപ്പോ ഒന്ന് അടച്ചു വയ്ക്കുമ്പോഴേക്ക് അതിന്റെ ആ മണമൊക്കെ ശരിയാകും. ഇതിന്റെ പുറത്തും കൂടി കുറച്ച് കരിവേപ്പില ഇടാണ്. കരിവേപ്പില നമ്മൾ നേരത്തെ ഇട്ടില്ല, അതിപ്പോ ആകും. ഇതില് അല്ലാതെ മുളകും മല്ലി മഞ്ഞളും ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. ചിക്കൻ മസാലയിൽ അതെല്ലാം വരുമല്ലോ, അതുകൊണ്ടാണ് അതൊന്നും ചേർക്കാതിരുന്നത്. ഇതിപ്പോ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കാം. അത്ര എണ്ണ അല്ലാത്തതുകൊണ്ട്, നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് പ്രശ്നമില്ല. അത്രയും വിസ്താരമുള്ള നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ടാണ്. ചെറിയ പാൻ ആണെങ്കിൽ ഇതിന്റെ പകുതി എണ്ണ ഒഴിച്ച് 2 ലെഗ് അതില് ഇടേണ്ട ആവശ്യമേ ഉള്ളൂ. നന്നായിട്ടൊരു സൈഡ് ആയി. ഒരു സൈഡ് നമ്മളുടെ സവാള നന്നായി ക്രിസ്പി ആയിട്ട് വന്നു, നല്ല ബ്രൗൺ ആയി കഴിഞ്ഞു. ഇനി ചൂട് കൂട്ടി വെച്ചാൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ചൂട് കുറച്ച് വയ്ക്കാം. ഇവിടെ നമുക്ക് ഇത്രയും സ്ഥലം കിട്ടി, അവിടെ ബാക്കി സവാള ഇടുകയാണ്. ചൂട് കുറച്ച് വെച്ചിട്ട് ബാക്കി സവാള നമ്മൾ അവിടേക്ക് ഇടുക. കൂടുതൽ സവാളയും കറിവേപ്പിലയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡിഷാണ്. ബാക്കി സവാളയും കൂടി ഈ സവാള ഇട്ടതിൽ നമ്മൾ ഉപ്പ് ഇട്ടില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് ഉപ്പ് നമ്മൾ അവിടെ ചേർക്കാം. സവാളയിൽ പിടിക്കാൻ വേണ്ടി ഒരൽപ്പം ഉപ്പ്. സവാളയും കരിവേപ്പിലയൊക്കെ നല്ലോണം മൂപ്പിച്ച് ചിക്കൻ ഫ്രൈയിൽ ചേർക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ആ ചിക്കന്റെ ഒരു ചിക്കൻ അരുചിയാണെന്ന് ആർക്കും തോന്നുകയില്ലല്ലോ, ചിക്കൻ കഴിക്കാത്തവർക്ക് മാത്രമേ അത് തോന്നുകയുള്ളൂ. അപ്പൊ ആ ചിക്കന്റെ ആ ഒരു രുചി ശരിയാണ്. എല്ലാ സൈഡും നമുക്കിങ്ങനെ മാറ്റി മറിച്ചിട്ട് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് എണ്ണയിൽ മുരിച്ചെടുക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ 3 സൈഡ് നമ്മൾ ചരിച്ചൊക്കെ വെച്ച് മൂപ്പിച്ചെടുക്കുന്നതാണ്. കാരണം അത്രയും എണ്ണ നമുക്ക് കൊളസ്ട്രോളും ഫാറ്റും ഒക്കെ കൂടാതെ ഇരിക്കുമല്ലോ. ഇതിൽ നിന്നിപ്പം കോരിയെടുക്കുകയുള്ളൂ, എണ്ണ മുഴുവൻ നമ്മളുടെ ബോഡിയിലേക്ക് എത്തുന്നില്ല. ഇപ്പം നമ്മുടെ സവാളയൊക്കെ ക്രിസ്പി ആകും, എല്ലാ സൈഡും നന്നായിട്ട് മൊരിഞ്ഞും വരും. ഒന്ന് വേണമെങ്കിൽ ചൂട് കൂട്ടുകയും ചെയ്യാം. നമുക്ക് ചൂട് കൂടുമ്പോ സവാള നല്ലോണം ക്രിസ്പിയായി വരും, ചിലപ്പോൾ അത് ഫ്രൈ ആവുകയും ചെയ്യും. അതുകൊണ്ടാണ് ചൂട് പെട്ടെന്ന് കുറച്ചെടുക്കുക. നല്ല ടെമ്പറേച്ചറാണ് ഇതിന്. ഈ സവാള ഇടാതെയാണ് നമ്മൾ ഇങ്ങനെ വയ്ക്കുന്നതെങ്കിൽ എന്ത് പറ്റുന്നോ, പെട്ടെന്ന് ആ ചിക്കൻ അങ്ങോട്ട് കരിയുന്ന പോലെ ആയിപ്പോവും. പൊസിഷൻ മാറ്റുന്നതനുസരിച്ചാണ് നമ്മൾ ഇതിൽ ചൂട് കൂട്ടുക. ഇപ്പോൾ നന്നായിട്ട് മൂത്ത പൊസിഷൻ താഴെ വരുന്ന സമയത്ത് തീ കുറച്ചെടുക്കുക, അല്ലാത്ത പോർഷൻ താഴെ വരുന്ന ഭാഗത്ത് ചൂട് നമുക്ക് കൂട്ടി ഉപയോഗിക്കാം. അപ്പൊ നന്നായിട്ട് മൊരിഞ്ഞു കിട്ടും. ഒരേ പൊസിഷനിലാണെങ്കിൽ നമ്മളുടെ സവാളയൊക്കെ പെട്ടെന്ന് അങ്ങ് ക്രിസ്പി ആയി പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. അധികം എരിവില്ലാത്തത് കൊണ്ട് കുട്ടികൾക്കും ഇഷ്ടപ്പെടും. പച്ച കുരുമുളകിന്റെ ഒരു ടേസ്റ്റ് ആയതുകൊണ്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇതിലിപ്പോൾ അധികം മസാലയില്ല, കുറച്ച് മസാലയേ ഉള്ളൂ. പെപ്പറുണ്ട്, പെപ്പർ 2 തരം പെപ്പർ ഇട്ടു, കുരുമുളക് പൊടിയും നമ്മളിട്ടു,
പിന്നെ പച്ച കുരുമുളക് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മളുടെ ചിക്കൻ ലെഗ് ഫ്രൈ ഏതാണ്ട് റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്കൊരു സർവിംഗ് ട്രേയിലേക്ക് മാറ്റാം. നമുക്ക് എണ്ണയുടെ അംശം കളഞ്ഞിട്ട് ഇങ്ങനെ ഞെക്കി മാറ്റിയിട്ട് വേണം ഈ ഓണിയൻ ഇതിലേക്ക് പകർന്നെടുക്കാൻ. അപ്പം അധികം മസാലയില്ലാതെ എന്നാൽ വളരെ എരിവും ഒക്കെ ഉപ്പും ഒക്കെ ഉള്ള ഒരു സ്പെഷ്യൽ ചിക്കൻ ലെഗ് ഫ്രൈ റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്ക് ഞാനിവിടെ ചതച്ച് വെച്ച ഇപ്പൊ എടുത്തതേ ഉള്ളതുകൊണ്ട് അതിന് കളറ് പെട്ടെന്നിങ്ങനെ മാറിപ്പോകും. അതുകൊണ്ട് എടുക്കുന്ന സമയത്ത് ഇത് നമ്മൾ ഇതിന്റെ പുറത്തേക്ക് ഇടുകയാണ്. ഇതിന് വലിയ എരിവൊന്നുമില്ല. അത് വെറുതെ ഒരു തുള്ളി ഉപ്പും കൂട്ടി കഴിക്കാം, അല്ല വെറുതെ കഴിച്ചാലും നല്ലതാണ്. അതിലിട്ടു കുറച്ച് മല്ലിയിലയും കൂടി വിതറി, കറിവേപ്പില ധാരാളം നമ്മൾ അതിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ടൊമാറ്റോയും എന്തെങ്കിലും എരിവോ ഉപ്പോ അങ്ങനെ പ്രശ്നം തോന്നുകയാണെങ്കിൽ ഇങ്ങനെ ടൊമാറ്റോയും കൂടി സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഓക്കെ ആവും, അത് അഡ്ജസ്റ്റഡ് ആയിക്കോളും. അതുകൊണ്ട് യാതൊരു ടെൻഷനും വേണ്ട. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് ഒന്നുകൂടി പറയാം. ചിക്കൻ ലെഗ് എടുത്തു, 2 ലെഗ് എടുത്തു. അത് ഉപ്പും മസാലയും പുരട്ടി വെച്ചിരുന്നതാണ്. അങ്ങനെ വെക്കണം എന്നില്ല. അതിലേക്ക് അത് പുരട്ടി വയ്ക്കാതിരുന്നതാണെങ്കിൽ അതിൽ നമ്മൾ കുറച്ച് ഉപ്പ്, കുറച്ച് ചിക്കൻ മസാലപ്പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് കുരുമുളക് പൊടി, മല്ലിയില, പിന്നെ ഒരു കാര്യം ചേർത്തത് ക്രഷ്ഡ് ചില്ലിയാണ്. ഇത് ചതച്ച് കുറച്ച് മുളകുണ്ടായിരുന്നു, അത് ചേർത്തു. എന്നിട്ട് കുറച്ച് പച്ച കുരുമുളക് ഇടിച്ച് വെറുതെ ഇങ്ങനെ ഒന്ന് ചതച്ച് അതിൽ ഇട്ടു. എന്നിട്ട് അതെല്ലാം കൂടി മിക്സ് ചെയ്ത് ചിക്കൻ ലെഗിൽ പുരട്ടി ഇതൊരു നോൺ സ്റ്റിക് പാനിൽ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കുറച്ച് സവാള അരിഞ്ഞതിട്ടു, കുറച്ച് കറിവേപ്പിലയും ഇട്ടു. എന്നിട്ടാണ് ചിക്കൻ ലെഗ്സ് അതിലേക്ക് വച്ചത്. അത് നോൺ സ്റ്റിക് പാൻ ആയതുകൊണ്ടും ചൂട് കൂടിയിരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചിടുകയാണ്. മറിച്ചിട്ട് കഴിഞ്ഞിട്ട് കുറെ ആയി വന്നപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടു. പിന്നെ അവസാനം അത് പ്ലേറ്റിലേക്ക് പകർന്നിട്ട് ഒരു 5-6 ഈ പച്ചക്കുരുമുളക് ഇടിച്ചതും മല്ലിയിലയും ഇട്ട് വെച്ചു. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പപ്പടം ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വറുത്തെടുത്തതാണ്. സാധാരണ പപ്പടം ചെറുതായിട്ട് കീറി ഫ്രൈ ചെയ്ത് എടുത്താണ്. അതും കൂടി ഇങ്ങനെ വെച്ചു. ഇതും കൂടി നമുക്ക് ഇങ്ങനെ വെക്കാം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോ കുറച്ചും കൂടി ഭംഗിയാവും നമ്മളുടെ ഡിഷ്. ഇതിപ്പോ വളരെ മനോഹരമായി കഴിഞ്ഞു. അത് കണ്ടാലും കുട്ടികൾക്കാണെങ്കിലും ഒരു കൗതുകം ഉണ്ടാവും. ഈ പപ്പടമൊക്കെ എടുത്ത് കഴിക്കാനും തോന്നും. അപ്പോൾ വളരെ വേഗം തയ്യാറാക്കാവുന്ന ഈ സ്പെഷ്യൽ ചിക്കൻ ലെഗ് ഫ്രൈ നിങ്ങളും ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. നമുക്ക് ചിക്കൻ കൊണ്ടുള്ള ഒരു സാലഡ് ഉണ്ടാക്കാം. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. ചിക്കൻ എന്തെങ്കിലും ചിക്കൻ കറി വെക്കാനോ എന്തിനെങ്കിലും നമ്മൾ വീട്ടിൽ വേവിച്ച് വെക്കുമല്ലോ. അപ്പൊ ആ ചിക്കൻ വേകുന്ന സമയത്ത് അതിന് ഒരു പീസ് എടുത്ത് ബോൺലെസ് പീസ് വെറുതെ ഉപ്പും മുളകും ഇട്ട് വേവിച്ചെടുക്കാൻ മതി. ഇതാണ് അതിന്റെ പ്രധാന ഘടകം. ബാക്കിയൊക്കെ സാലഡിന്റെ പോലെ നമ്മൾ വെള്ളരിക്ക, സവാള, ടൊമാറ്റോ, ക്യാരറ്റ്, മല്ലിയില, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ കൂടി വെച്ചു. പിന്നെ ഇതിൽ ഞാൻ സ്പെഷ്യലായിട്ട് ഒരൈറ്റം ഇതാണ് പച്ചക്കുരുമുളക്. ഇതൊരു റെയർ ഐറ്റമാണ്. നമ്മൾ സാധാരണ സാലഡിലൊന്നും ചേർക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ സാലഡിനൊരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ നമ്മുടെ 2 ചിക്കൻ വിഭവത്തിനും സ്പെഷ്യലായിട്ട് ചേർത്തിരിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ഇതാണ് പച്ചക്കുരുമുളക്.
അത് വളരെയധികം കുരുമുളക് വളരെ ആരോഗ്യപ്രദമാണ്, ഔഷധ മൂല്യമുള്ളതാണെന്ന് അറിയാമല്ലോ. പച്ചക്കുരുമുളകിനും അതുപോലെയാണ്. നമുക്ക് ചമ്മന്തി അരയ്ക്കാനൊക്കെ ചിലര് പച്ചക്കുരുമുളക് യൂസ് ചെയ്യാറുണ്ട്. സാലഡ് ആണല്ലോ, സാലഡ് നമുക്ക് ഏറ്റവും എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണ്. ഇതിൽ തൈരൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇതില് ഒലിവ് ഓയില് കുറച്ച് ചേർക്കുന്നുണ്ട്, ഉപ്പും ഉണ്ട്. അപ്പം അതിനെന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇത് ഉപ്പും കുരുമുളകും ചേർത്ത് ഒന്ന് വേവിച്ച് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവാള ചേർത്തു. അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ തന്നെ നമുക്ക് കുറച്ച് ടൊമാറ്റോ ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട്, ഇത് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കത് ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി അതിലേക്ക് ചേർക്കാം. വളരെ ചെറുതായിട്ട് ഇതും കൂടി ഇതിലേക്ക് ചേർക്കാം. അതും കൂടി ചേർത്തു. എന്നിട്ട് ഇതില് കുറച്ച് ഉപ്പിട്ടാണ് വെച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ. കുറച്ച് ഉപ്പ്, അത്രയും ഉപ്പ് അതിലുള്ളത് കൊണ്ട് ഇതില് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുത്താൽ കുറച്ചും കൂടി അത് നന്നായിട്ട് വരും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അപ്പൊ ഇത് മിക്സ് ചെയ്യുമ്പം ഇതില് കുറച്ച് ഒലിവ് ഓയിലും കൂടി ചേർക്കുകയാണ്. ഒരൽപ്പം ഒലിവ് ഓയിൽ ചേർത്തു. ഇതൊരു ബൗളിൽ നമ്മളിവിടെ വയ്ക്കുകയാണ്. നമുക്കതൊരു ട്രേയിലേക്ക് അറേഞ്ച് ചെയ്യണം. അപ്പൊ നമ്മളുടെ ഒരു പ്രധാന ഐറ്റം കുരുമുളക്, അതൊരു ഇത്രയും ഒരു കുറച്ച് അതെടുത്ത് ഇടിച്ച് വെച്ചാൽ അതിന്റെ കളറ് മാറും. അതുകൊണ്ട് ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഒന്നിങ്ങനെ പ്രസ് ചെയ്തെടുക്കണം. അത് വലിയ കല്ലിലൊക്കെ വെച്ച് പ്രസ് ചെയ്താൽ ഒരുപാട് ഇതായിപ്പോവും, പൊടിഞ്ഞു പോവും. ഇങ്ങനെ ഒന്ന് ഞെക്കിയെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അത് ഉപ്പൊക്കെ ചേർന്ന് വരുമ്പോൾ നല്ല ഒരു രുചിയാണ്. വലിയ എരിവും ഇല്ല. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. പ്രസ് ചെയ്ത് വെച്ചു. ഈ കുരുമുളകൊക്കെ വീട്ടിലിങ്ങനെ ഉണ്ടായി നിൽക്കുമ്പോൾ ഉപയോഗിക്കണം. ഇനി ഇതുപോലെ ഇങ്ങനെയൊന്ന് പ്രസ് ചെയ്ത് വെച്ചു. എന്നിട്ട് നമുക്ക് ഇനി സാലഡിനുള്ളത് ഇതിൽ അറേഞ്ച് ചെയ്യാം. നടുക്കാതും വെക്കാം. അപ്പം ഞാൻ ഈ ടൊമാറ്റോ വയ്ക്കുകയാണ്. വളരെ എളുപ്പം നമുക്ക് ചിക്കൻ സാലഡ് തയ്യാറാക്കാം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇതൊക്കെ ഈ സാലഡൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. ഇങ്ങനെ നമുക്ക് വെള്ളരിക്ക വെച്ചു. വെള്ളരിക്ക വെച്ചിട്ട് നമ്മള് അതിന് നടുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചത്. ഇതിന് കുരുമുളക് ഇട്ടില്ലല്ലോ, കുരുമുളക് പൊടിയും ഇട്ടില്ല, ചിക്കനിൽ മാത്രമേ ഇട്ടുള്ളൂ. ഇതിലേക്ക് ഇടുകയാണ്. കുറച്ചേ എടുത്തുള്ളൂ, ഇനി എരിവ് തോന്നണ്ട. നടുക്ക് വെക്കുന്ന പോർഷനിൽ ഇനി മല്ലിയില ഇട്ടിട്ടില്ല. അവസാനം മല്ലിയിലയും കൂടിയിട്ട് മിക്സ് ചെയ്യുകയാണ്. അപ്പൊ ഇത് നല്ല കളർഫുള്ളായിട്ട് മാറിയണ്ട. ചുമപ്പുണ്ട്, ക്യാരറ്റ് അവിടെ ഇരിക്കുന്നു. ഇത് വലുതാണെങ്കിൽ നമ്മൾ ഒന്നിങ്ങനെ പ്ലക്ക് ചെയ്ത് ഇടണം. ഇത് ഇതിന്റെ നടുക്ക് നമ്മൾ ഫില്ല് ചെയ്യണം. ഒലിവ് ഓയിൽ സാലഡിലൊക്കെ ചേർക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഈ പയറൊക്കെ സാലഡ് ആക്കുമ്പോൾ അതും നമുക്ക് തയ്യാറാക്കാം. ഇതിൽ ചിക്കൻ പീസസ് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതിലൊന്നും നമ്മൾ ഉപ്പും കുരുമുളകും ഒന്നും ഇട്ടില്ല. അതിലേക്കൊക്കെ ഇനി അത് ഉപ്പും കുരുമുളകും ഒക്കെ നമുക്ക് ചേർക്കണം. കുറച്ച്